Hi all, welcome back to L4 Literature. So today BA BSc third semester common paper ആയിട്ടുള്ള സിഗ്നേച്ചേഴ്സിലെ ഒരു കവിതയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്ന് പറയുന്ന നെല്ലി വോങ് എഴുതിയിട്ടുള്ള ഒരു കവിതയാണിത്. സോ കവിതയിലോട്ട് പോകുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഓഥറിനെ കുറിച്ച് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. She was born on September 12th, 1934 in Oakland, California. She was a revolutionary feminist poet and activist. Her parents were Chinese immigrants. Graduated from Oakland High School. For several years, she worked as a secretary for Bethlehem Steel Corporation. എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. സോ ഓക്ലാൻഡിലാണ്, കാലിഫോർണിയയിലെ ഓക്ലാൻഡിലാണ് 1934 നെല്ലി വോങ് ജനിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഷി വാസ് എ ഫെമിനിസ്റ്റ് പോയറ്റ് ആൻഡ് ആക്ടിവിസ്റ്റ്. ഒരു ഫെമിനിസ്റ്റ് പോയറ്റ് ആയിരുന്നു, അതോടൊപ്പം തന്നെ എന്താണ്, ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു ആര്, നെല്ലി വോങ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഹെർ പാരൻസ് were ചൈനീസ് ഇമിഗ്രൻസ്. ഇവരെന്താണ്, പാരൻസ് ചൈനീസ് ഇമിഗ്രൻസ് ആയിരുന്നു. അപ്പോൾ ഏഷ്യൻ അമേരിക്കൻ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു ഫാമിലിയാണ് ഇത് നെല്ലി വോങ്ങിന്റെ ഫാമിലി. ആൻഡ് ആഫ്റ്റർ ഹാവിംഗ് ഗ്രാജുവേറ്റഡ് ഫ്രം ഓക്ലാൻഡ് ഹൈസ്കൂൾ, for several years she worked as a secretary for Bethlehem Steel Corporation. Okay. And after that she studied creative writing at San Francisco State University. Her collection of poetry include Dreams in Harrison Railroad Park 1977, The Death of Long Steam Lady 1986, Stolen Moments 1997 and Breakfast, Lunch, Dinner 2012. ഇത്രയുമാണ് നെല്ലി വോങ്ങിന്റെ കളക്ഷൻ ഓഫ് പോയട്രി എന്ന് പറയുന്നത് കേട്ടോ. Some of the recurring themes in her poetry are issues of feminism, immigration and identity. അപ്പോൾ നെല്ലി വോങ്ങിന്റെ വർക്ക്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന മേജർ തീംസ് ആണ് ഏതൊക്കെ? ഫെമിനിസം, immigration and identity. So these are the major themes in the poetry of Nellie Wong. And she was greatly obsessed with the roots of Asian American culture. ഇനി ഏഷ്യൻ അമേരിക്കൻ കൾച്ചറിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു നെല്ലി വോങ് എന്ന് പറയുന്ന റൈറ്റർ. ആൻഡ് ഷി വാസ് വൺ ഓഫ് ദി ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് നെയ്മഡ് അൺബൗണ്ട് ഫേറ്റ്, എ പെർഫോമൻസ് ഗ്രൂപ്പ് ഓഫ് ചൈനീസ് അമേരിക്കൻ വിമൻ who read together and lectured at universities throughout California in the late 1970s. ഇനി അൺബൗണ്ട് ഫീറ്റ് എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ചൈനീസ് അമേരിക്കൻ സ്ത്രീകൾ മാത്രം ഉൾപ്പെടുന്ന ഒരു പെർഫോമൻസ് ഗ്രൂപ്പായിരുന്നു അൺബൗണ്ട് ഫീറ്റ് എന്നുള്ളത്. ആ ഗ്രൂപ്പിന്റെ ഒരു ഫൗണ്ടിങ് മെമ്പർ ആയിരുന്നു നെല്ലി വോങ്. ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ 1970s അവസാന ഘട്ടമൊക്കെ ആയപ്പോഴേക്ക് കാലിഫോർണിയയിലുള്ള യൂണിവേഴ്സിറ്റീസിൽ കംപ്ലീറ്റ് പോയിട്ട് ലെക്ചേഴ്സ് ഒക്കെ പ്രസന്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഇത് അൺബൗണ്ട് ഫീറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അക്കോർഡിംഗ് ടു ഹർ, വിമൻ ഷുഡ് കണ്ടിന്യൂ ഫൈറ്റിംഗ് ഫോർ ദ ലിബറേഷൻ ഓഫ് വിമൻ സിൻസ് ഇറ്റ് ഈസ് ആസ് നെസസറി ആസ് ബ്രീത്തിങ്. ഇനി നെല്ലി വോങ്ങിന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് വിമൻ ഷുഡ് കണ്ടിന്യൂ ഫൈറ്റിംഗ് ഫോർ ദ ലിബറേഷൻ ഓഫ് വിമൻ. സ്ത്രീകളുടെ ലിബറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം സൊസൈറ്റിയിൽ എന്നാണ് ഇവർ പറയുന്നത്. ഇല്ലെങ്കിൽ എന്താണ്, വിമൻ ലിബറേഷൻ നടക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സിൻസ് ഇറ്റ് ഈസ് ആസ് നെസസറി ആസ് ബ്രീത്തിങ്. ശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് എന്താണ്, ബ്രീത്ത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, നമ്മൾ മരിച്ചു പോകില്ലേ, അതുപോലെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സൊസൈറ്റിയിൽ ഫൈറ്റ് ചെയ്താൽ മാത്രമേ, സ്ത്രീകൾ തന്നെ ഫൈറ്റ് ചെയ്താൽ മാത്രമേ വിമൻ ലിബറേഷൻ നടക്കുകയുള്ളൂ എന്നാണ് നെല്ലി വോങ് പറയുന്നത്. ഷി വാസ് വെരി കൺസേൺഡ് അബൌട്ട് ദ പ്ലൈറ്റ് ഓഫ് ഇമ്മിഗ്രന്റ് വിമൻ. ഇനി എന്താണ് ഇമ്മിഗ്രേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്തോട്ട് കുടിയേറി പാർക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. പിന്നെ ഒരു സ്ത്രീയും കൂടെ ആണെങ്കിൽ എന്താണ്, ഒരു ഡബിൾ ഓപ്പറേഷനാണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരിക. സോ അത്തരത്തിലുള്ള ഇമ്മിഗ്രന്റ് വിമൻ അവരുടെ ആ ഒരു അവസ്ഥയോട് ഒരു സോഫ്റ്റ് കോർണറുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്, നെല്ലി വോങ് എന്ന് പറയുന്ന നമ്മുടെ റൈറ്റർ. ഇനി നോക്കി, ഷീ ബിലീവ്ഡ് ദാറ്റ് women are not condemned to live as victims in the world. അതായത് ലോകത്തിലെ ഒരു വിക്ടിംസ്, ഒരു
വിക്റ്റിമായിട്ട് മാത്രം ഒരു സ്ത്രീയെ ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോവാൻ അനുവദിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ആര്? നെല്ലി വോങ് എന്ന് പറയുന്ന റൈറ്റർ. ഷി വാസ് എ മേജർ ഫിഗർ ഇൻ റെവല്യൂഷണറി ഫെമിനിസം. സോ നമ്മൾ ഓൾറെഡി കണ്ടു എന്ത് നെല്ലി വോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിമൻ ഷുഡ് കണ്ടിന്യൂ ഫൈറ്റിംഗ് ഫോർ ലിബറേഷൻ ഓഫ് വിമൻ എന്ന് പറഞ്ഞു അല്ലേ. സോ അത്തരത്തിലുള്ള ഒരു റെവല്യൂഷണറി ഫെമിനിസത്തിന്റെ വക്താവായിരുന്നു ആര്? നമ്മുടെ നെല്ലി വോങ്. ഷീ ക്ലെയിംഡ് ദാറ്റ് വിമൻസ് ലിബറേഷൻ necessary because when women rise everyone will rise. അതായിരുന്നു നെല്ലി വോങ്ങിന്റെ മറ്റൊരു ഒപ്പീനിയൻ. സ്ത്രീകൾ സൊസൈറ്റിയിൽ ഉയർന്നു വരുമ്പോൾ എന്താണ്, ബാക്കിയുള്ള എല്ലാ മാർജിനലൈസ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് നിർത്തിയിട്ടുള്ള ആളുകൾക്കും ഉയർന്നു വരാനുള്ള ഒരു ചാൻസ് ആണ് അവിടെ കിട്ടുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. when women rise everyone will rise. ഇനി നോക്കിയേ, she says a lot of my poems come from the workplace. That is where I have experienced a great deal of sexism and racism. ഇനി എന്താണ്, സ്ത്രീകൾക്ക് വർക്ക് പ്ലേസിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് സെക്ഷൽ അബ്യൂസസ് ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളായിരുന്നു നമ്മുടെ നെല്ലി വോങ് എന്ന് പറയുന്ന റൈറ്ററും. സോ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, a lot of my poems come from the workplace. That is where I have experienced a great deal of sexism and racism. Next, her poems like Where's My Country raise issues regarding her Chinese American identity. ഇനി വേഴ്സ് മൈ കൺട്രി എന്ന് പറയുന്ന കവിതയിലൂടെയൊക്കെ നെല്ലി വോങ് പറയുന്നത് ആ ഒരു ചൈനീസ് അമേരിക്കൻ ഐഡന്റിറ്റി ക്രൈസിസ്, ഇമിഗ്രന്റ് പീപ്പിളിന്റെ ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഒക്കെയാണ് വേഴ്സ് മൈ കൺട്രി തുടങ്ങിയിട്ടുള്ള പോംസിലൂടെയൊക്കെ നെല്ലി വോങ് നമ്മളോട് പറയുന്നത്. ആൻഡ് ദെൻ ഷീ സെർവ്ഡ് ആസ് എ ഡെലിഗേറ്റ് ഫോർ ദ ഫസ്റ്റ് US women writers tour to China. After that, she was a visiting professor in women's studies at the University of Minnesota. And then, in 1989, she received the Women of Words Award from the San Francisco Women's Foundation. So, 1989-ൽ വിമൻ ഓഫ് വേർഡ്സ് അവാർഡ് വരെ കിട്ടിയിട്ടുള്ളൊരു റൈറ്ററാണ് നെല്ലി വോങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ പോയത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. So, When I Was Growing Up is an autobiographical poem. It highlights the identity crisis experienced by the Asian Americans. So, Asian American people അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ഈ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോയത്തിലൂടെ നെല്ലി വോങ് പറയുന്നത്. The poem depicts the past of the poet, her early childhood and adolescence. So, ഈ ഒരു പോയത്തിൽ നമുക്ക് നെല്ലി വോങ്ങിന്റെ ആ ഒരു പാസ്റ്റ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. അപ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് മുതൽ അഡോളസൻസ് വരെ ഏഷ്യൻ അമേരിക്കൻ ആയിട്ടുള്ള ഒരു സ്ത്രീ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോയത്തിലൂടെ നെല്ലി വോങ് നമ്മളോട് പറയുന്നത്. ദ നറേറ്റർ ഓർ ദ സ്പീക്കർ ഇൻ ദ പോം is an Asian American who is forced to incorporate the dominant white culture and disown that of her own. നമ്മളൊരു ഏഷ്യൻ അമേരിക്കൻ ആയിട്ടുള്ള ഒരു സ്ത്രീയെയാണ് ഈ ഒരു പോയത്തിൽ കാണുന്നത്. അവര് ആ ഒരു അമേരിക്കൻ വൈറ്റ് കൾച്ചർ അഡോപ്റ്റ് ചെയ്യാനായിട്ട് നിർബന്ധിതയാവുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു കൾച്ചർ അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ആരും ഈ ഒരു സൊസൈറ്റിയിൽ അംഗീകരിക്കില്ലേ എന്നുള്ളൊരു ഭയം കാരണം അവര് ആ ഒരു ഡോമിനന്റ് വൈറ്റ് കൾച്ചർ അവരുടെ ആ ഒരു കൾച്ചറിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് നിർബന്ധിതയാവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നോക്കി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ബിക്കോസ് ഓഫ് ഹെർ ഫിയർ ഓഫ് ബീയിങ് ഡിസ്ക്രിമിനേറ്റഡ്. ആ ഒരു വൈറ്റ് കൾച്ചർ അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ആ ഒരു വൈറ്റ് കൾച്ചർ അഡോപ്റ്റ് ചെയ്തിട്ട് അതുപോലെ സൊസൈറ്റിയിൽ ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, അവള് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടും, മറ്റുള്ളവരിൽ നിന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ആ ഒരു പേടി ഈ ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് വൈ ഷീ ഈസ് ഫോഴ്സ്ഡ് ടു അഡോപ്റ്റ് ദ വൈറ്റ് ഡോമിനന്റ് കൾച്ചർ. Next point, the poem analyzes the struggle of a young lady to fit into the cultural majority. So, ഈ ഒരു ഏഷ്യൻ അമേരിക്കൻ ആയിട്ടുള്ള ഈ ഒരു സ്ത്രീ എപ്പോഴും എന്താണ് ആ ഒരു വൈറ്റ് കൾച്ചറൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് ആ ഒരു അമേരിക്കൻ കൾച്ചറിലോട്ട് പൂർണ്ണമായിട്ടും എന്താ പറയാ ഇഴുകിച്ചേരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. She doesn't like her yellow skin and yearns for the white skin and perceives herself dirty. ഇനി ഈ ഒരു കുട്ടി നമ്മൾ പറഞ്ഞു ഒരു
യങ് ആയിട്ടുള്ള ഒരു കുട്ടി ആയത് മുതൽ അവളുടെ അഡോളസൻസ് വരെയുള്ള ആ ഒരു ഏജ് ആണ് ഈ ഒരു പോയത്തിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. സോ ഒരു കുട്ടി ആയിരിക്കുമ്പം ഈ ഒരു കുട്ടിക്ക് അവളുടെ ആ ഒരു യെല്ലോ സ്കിൻ ചൈനീസ് അമേരിക്കൻ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവളുടെ സ്കിൻ എന്ന് പറയുന്നത് ഒരു യെല്ലോ സ്കിൻ ആണ്. സോ അവൾക്ക് ആ ഒരു സ്കിൻ കാണുമ്പോഴേ എന്താണ് ഡേർട്ടി ആയിട്ട് ഫീൽ ചെയ്യാണ്. കാരണം സൊസൈറ്റിയിലുള്ള മെജോറിറ്റി ആയിട്ടുള്ള ആളുകളൊക്കെ എന്താണ് വൈറ്റ് സ്കിൻഡ് പീപ്പിൾ ആണ്. സോ അമേരിക്കൻസ് ഒക്കെ എന്താണ് വൈറ്റ് സ്കിൻഡ് പീപ്പിൾ ആണ്. ആ ഒരു വൈറ്റ് സ്കിൻ കാണുമ്പോൾ ഇവളുടെ ആ ഒരു യെല്ലോ സ്കിൻ കാണുമ്പോൾ ഒരു ഡേർട്ടി ആയിട്ട് ഫീൽ ചെയ്യാണ്. ഒരു സെൽഫ് കോൺഫിഡന്റ് അല്ലാത്ത ഒരു അവസ്ഥ. ബ്യൂട്ടി ഈസ് കോഡഡ് ആസ് വൈറ്റ്. ആ ഒരു കുട്ടിയുടെ ആ ഒരു ഇമേജിൽ ആ കുട്ടിയുടെ മനസ്സിലെ ആ ഒരു ഇമേജ് എന്ന് പറയുമ്പോൾ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ എന്താണ് നല്ല വൈറ്റ് ആയിട്ടുള്ള ഒരാൾ മാത്രമാണ് ബ്യൂട്ടിഫുൾ എന്നുള്ള ഒരു ഇമേജ് ആയിരുന്നു ചെറുപ്പത്തിൽ ആ ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു യെല്ലോ സ്കിൻ അവൾക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവസാനത്തെ സ്റ്റാൻസ് എത്തുമ്പോഴേക്ക് ആ ഒരു സെൽഫ് റിയലൈസേഷൻ ആർക്ക് വരുന്നുണ്ട്, ഈ ഒരു കുട്ടിക്ക് വരുന്നുണ്ട്. കാരണം അപ്പോഴേക്ക് അവള് അഡോളസൻസ് പീരീഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്ക് അവൾക്ക് കുറച്ച് മെച്യൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. സൊസൈറ്റി എന്താണ്, ഞാൻ ആരാണ് എന്നുള്ളൊരു ഡെസിഷനൊക്കെ എടുക്കാനുള്ള ഒരു കഴിവ് ആർക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു കുട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയമായപ്പോഴേക്ക് അവൾക്ക് അവളുടെ തന്നെ ആ ഒരു ചൈനീസ് അമേരിക്കൻ ആണ് ഞാൻ എന്നുള്ള ആ ഒരു എത്നിക് ഐഡന്റിറ്റി റിയലൈസേഷനൊക്കെ ഈ ഒരു കുട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അവളുടെ കാഴ്ചപ്പാടിലൊക്കെ എന്താണ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇൻ ദ ഫൈനൽ സ്റ്റാൻസ ഓഫ് ദ പോം there is a transition and a self realization affected as she discovers her ethnic identity. And at the end of the poem, she regained her confidence with her Chinese American identity and she breaks all stereotypes of the Western beauty cult. Western beauty, അതായത് വെസ്റ്റേൺ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ വൈറ്റ് മാത്രമാണ് ബ്യൂട്ടി എന്നുള്ള ആ ഒരു ഫോൾസ് നോഷനൊക്കെ എന്താണ് ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു ചൈനീസ് അമേരിക്കൻ ഐഡന്റിറ്റി അവൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് അവൾ റീഗെയിൻ ചെയ്യുന്നുണ്ട്. The poem is written in the past tense. There are indented stanzas and very little usage of capitalization. Rhetorical questions, imagery and repetition are also used in the poem. So past tenseലാണ് ഈ ഒരു poem ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. Indented stanzas ആണ് കാണാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ലിറ്റിൽ യൂസേജ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. പോംസിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഒക്കെ ഫസ്റ്റ് ലൈനിലെ ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ പൊതുവെ കാണാറുള്ളത്. പക്ഷേ ഈ ഒരു പോം ഡിഫറെൻ്റ് ആണ്. ഒക്കെ സ്മോൾ ലെറ്ററിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ദെൻ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഇമേജറി, ഇതെല്ലാം ഈ ഒരു പോയത്തിൽ നമുക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ റിപ്പീറ്റേഷൻ. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്ന് പറയുന്ന ലൈന് എല്ലാ സ്റ്റാൻസയിലും എന്താണ് റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് പോം വായിക്കുമ്പോൾ മനസ്സിലാവും. സോ സീ യു സൂൺ വിത്ത് അനദർ പാർട്ട് ഓഫ് ദ വീഡിയോ. ടിൽ ദെൻ ബൈ.